ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അനൂപിനെ കിട്ടാത്തത് കൊണ്ട് വീട്ടിൽ കയറി വന്ന മാഷിനെ പൊതിരെ തല്ലുകയാണ് ഗുണ്ടകൾ. നമുക്കേതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് കമല പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് എങ്ങോട്ടും പോണ്ട, എനിക്ക് അകത്തേക്കൊന്ന് പിടിച്ചിരുത്തിയാൽ മതി എന്നെ. മീരയും കമലയും കൂടി മാഷിനെ അകത്തേക്ക് പിടിച്ചിരുത്തുന്നു. ഞാൻ അച്ചുവിനെ വിളിച്ച് പറയട്ടെ എന്ന് കമല പറയുമ്പോൾ മാഷ് പറയുന്നു, വേണ്ട, ഈ അവസ്ഥയിൽ അവൾക്കിത് താങ്ങാൻ കഴിയില്ല, ഗർഭിണിയായ പെണ്ണാണ് അവൾ, തൽക്കാലം മാറിയും ഒന്നും അറിയിക്കേണ്ടെന്ന് മാഷ് പറയുന്നു. അവര് ഇനിയും വരുവോ അച്ഛാ എന്ന് മീരയും ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവന്തിക നന്ദന്റെ അരികിലേക്ക് വരികയാണ്. അവന്തികയാണ് ഇപ്പോൾ നന്ദന് ബ്ലഡ് കൊടുത്തത്. ഇപ്പോൾ വിസിറ്റിംഗ് ടൈം അല്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടേക്ക് കയറി വന്നത് എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് ബ്ലഡ് കൊടുക്കാൻ വന്നതാണെന്ന് പറയുന്നു. ബ്ലഡ് കൊടുത്തല്ലോ, പിന്നെ എന്താ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, സിസ്റ്റർ, ഈ കിടക്കുന്നത് എൻ്റെ എല്ലാമായ എൻ്റെ ഹസ്ബൻഡാണ്. കുറച്ച് സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ വിസിറ്റിംഗ് ടൈം അല്ല, ഡോക്ടർ കണ്ടാൽ എൻ്റെ ജോലി പോകുമെന്ന് സിസ്റ്റർ. പിന്നെയും അവന്തിക നിർബന്ധിക്കുന്നുണ്ട്. എന്തായാലും 5 മിനിറ്റ് ഇരുന്നോളാം പറയുന്നു. ഒരു കാര്യം പറയാൻ മറന്നു, ഇത് പേഷ്യന്റിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവന്തികയുടെ കയ്യിൽ ആ താലി കൊടുക്കുന്നുണ്ട് സിസ്റ്റർ. അവന്തിക ആ താലിയും പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട്, ചുമ്മാതല്ല നിങ്ങൾ ഡൈവോഴ്സ് ആവശ്യപ്പെട്ടത്, അവളെ കല്യാണം കഴിക്കാനുള്ള പുറപ്പാടായിരുന്നു അല്ലേ. വേറൊരുത്തിയുടെ കഴുത്തിൽ കെട്ടാനുള്ള താലിച്ചിരടം പോക്കറ്റിൽ ഇട്ടതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഡൈവോഴ്സ് പെറ്റീഷൻ തന്നത്. അവസാനത്തെ പോക്ക് പോയതും രണ്ടും കൽപ്പിച്ചായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? വെട്ടിക്കോട്ടി ഇറച്ചിക്കൂട പോലെയല്ലേ കിടക്കുന്നത്, അല്പം ജീവൻ ബാക്കി വെക്കേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് എനിക്ക്. എന്തായാലും താൻ ചാകില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഈ ചെയ്തതിനുള്ള മറുപടി താൻ പാതി ജീവനോട് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ തിരിച്ചു തരും. അങ്ങനെ തിരിച്ചു തരാൻ എനിക്കെന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് തനിക്ക് തോന്നും. പക്ഷെ ഇതാണ് എൻ്റെ ശരി, എൻ്റെ ഭിക്ഷയാണോ തൻ്റെ ഈ ജീവിതം? എൻ്റെ ചോരയാണ് ഇപ്പോൾ തൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. താൻ ഇനി ഒരാളുടെ കൂടെയും പോവില്ല, ഒരുത്തെയും തന്നെ അന്വേഷിച്ചു വരത്തുമില്ല. ഇത് ഭദ്രമായി ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിക്കും. നെല്ലിശ്ശേരിയിൽ ഇനി താൻ ജീവിക്കാൻ പോകുന്നത് എൻ്റെ ചൊൽപ്പടിക്കാണ്. ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഞാൻ തല്ലി പഠിപ്പിക്കും. അതിനിടയ്ക്ക് താൻ ചത്തുപോയാൽ ഇതും കൂടി ഞാൻ തൻ്റെ പട്ടടയിലിട്ട് കത്തിക്കും. എല്ലാത്തിനും ഒരു തെളിവ് വേണമല്ലോ. അങ്ങനെ ഇപ്പോൾ അവന്തിക ആ താലിയും പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ, ഒരു സെൽഫി എടുക്കുകയാണ്. നന്ദനും കൂടെയുള്ള ഒരു ഫോട്ടോ. നന്ദൻ ഇങ്ങനെ കിടക്കുന്നു, അവന്തിക തൊട്ടരികിൽ താലിയും പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ഓക്കെ, ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവന്തിക പുറത്തേക്ക് പോകുന്നു. പുറത്ത് അർച്ചനയുണ്ടായിരുന്നു. അവന്തിക താലി കയ്യിൽ പിടിച്ചിങ്ങനെ കറക്കി വരുമ്പോൾ പുറത്ത് അർച്ചന ഇരിക്കുന്നു. അർച്ചനയുടെ മുന്നിൽ ആ താലി കാണിക്കുകയാണ് അവന്തിക. ഇതെന്താണെന്നറിയോ? മഞ്ഞച്ചരടിൽ കോർത്ത ഈ താലി നന്ദേടന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇപ്പൊ നീ വിചാരിക്കുന്നത് ഇതുവരെ ഞാൻ കാണിച്ച ദുഃഖമെല്ലാം വെറും അഭിനയമാണോ എന്നാണോ? അതെ, അഭിനയമായിരുന്നു. യഥാർത്ഥത്തിൽ അയാൾക്ക് ആക്സിഡന്റ് പറ്റിയതിൽ എനിക്കൊരു ദുഃഖവും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട് ഞെട്ടലോടെ എഴുന്നേൽക്കുകയാണ് അർച്ചന. പക്ഷെ ഇപ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. അത് എന്തിനാണെന്നറിയോ? അയാൾ ജീവിച്ചിരിക്കുന്നതിൽ. ഇതിനേക്കാൾ ഭേദം അയാൾ മരിക്കുന്നതായിരുന്നു. ഇത് കേട്ട് അർച്ചന പറയുന്നു, ഒരു മനുഷ്യൻ മരണത്തിന്റെ വക്കിൽ കിടക്കുമ്പോൾ ഇങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അയാളും സന്ധ്യയും എന്തിനാണ് പോയതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? രഹസ്യ വിവാഹം കഴിക്കാൻ പോയതാണ് അയാൾ. എന്തായാലും ഇത് നഴ്സ് എൻ്റെ കയ്യിൽ തന്നത് നന്നായി. ദയവ് ചെയ്തിപ്പോൾ നിങ്ങളിതൊരു പ്രശ്നം ഉണ്ടാക്കരുത്. എന്തായാലും നന്ദേട്ടൻ പുറത്തേക്ക് വരട്ടെ, ഈ കാര്യം നമുക്ക് സംസാരിക്കാമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നു, എനിക്കിനി അയാളോട് ഒന്നും സംസാരിക്കാനില്ല. നീ ആയിരുന്നല്ലോ എല്ലാ കാര്യത്തിനും അവരെ സപ്പോർട്ട് ചെയ്തത്. ഇയാൾക്കാണല്ലോ ഈശ്വര ഞാൻ ബ്ലഡ് കൊടുത്തത്. ഇത് കേട്ട് അർച്ചന പറയുന്നു, ഭർത്താവിന് എന്തെങ്കിലും വന്നാൽ ഭാര്യയാണ് സഹായിക്കേണ്ടത്. ഒരു കാര്യം ഓർത്തോ, ഇതിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട് വന്നാൽ അയാളെ ഞാൻ എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും. ഇനിയുള്ള കാലം മുഴുവനും അയാൾ ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കും. ആ കട്ടിലിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് വരട്ടെ, എല്ലാം ഞാൻ എണ്ണി ചോദിക്കും. ഇനി അങ്ങോട്ടുള്ള ജീവിതം നരകമായിരിക്കും. ഇത് കേട്ട് അർച്ചന പറയുന്നു, അങ്ങനെയൊന്നും കാണിക്കരുത് നന്ദേട്ടനെ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇനി ആരെയും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. പണ്ട് നീയായിരുന്നല്ലോ അവരുടെ സപ്പോർട്ട്, ഇപ്പോഴും നീ തന്നെയല്ലേ. വഴിയിൽ അവൾ ഛർദ്ദിച്ചപ്പോൾ പുറം തടവി കൊടുക്കാൻ നീ പോയില്ലേ? ഇത് കേട്ട് അർച്ചന പറയുന്നു, ഞാനും സച്ചിയേട്ടനും വീട്ടിലേക്ക് പോയപ്പോഴാണ് അവരെ വഴിയിൽ വെച്ച് കണ്ടത്. എന്തായാലും ഈ മഞ്ഞച്ചരടിൽ കൊടുത്ത ഈ താലി ഞാൻ കിഴവന്റെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കട്ടെ, നെല്ലിശ്ശേരി സേതുമാധവന്റെ മുന്നിൽ. എന്നിട്ട് ഞാൻ മോൻ വേറൊരുത്തിയുടെ കഴുത്തിൽ കെട്ടാൻ പോയതാണെന്ന് പറയട്ടെ. ഇത് കേട്ട് അർച്ചന പറയുന്നു, നിങ്ങൾ അങ്ങനെയൊന്നും കാണിക്കരുത്. ഇപ്പോ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു വിട്ടോ. പണ്ടും അയാളെ രക്ഷിച്ചത് നീയായിരുന്നല്ലോ. ഒരു കാര്യം ഓർത്തോ, ഇപ്പോൾ എൻ്റെ ബ്ലഡാണ് അയാളുടെ ശരീരത്തിൽ. അതെനിക്ക് മനസ്സിലുണ്ടായിട്ട് കൊടുത്തയല്ല, പക്ഷേ എൻ്റെ ദാനമാണ് അയാളുടെ ജീവിതമെന്ന് അയാൾ എന്തെങ്കിലും അറിയണം. അത് ഞാൻ അറിയിക്കും. ആദ്യം അയാൾ ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ എന്ന് അരകിപ്പിക്കും ഞാൻ അയാളെ. അതിന് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? വർഷങ്ങളോളം നിങ്ങൾ അദ്ദേഹത്തെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചതല്ലേ? എന്നിട്ടും നന്ദേട്ടൻ നിങ്ങളെ തിരിച്ചു വിളിച്ചതല്ലേ? ഈ കാര്യങ്ങൾ അവന്തികയുടെ ജീവിതത്തിൽ പുതിയതല്ല. ഇത് അയാൾക്ക് കൊടുക്കേണ്ട മറുപടി എനിക്കറിയാം. തൽക്കാലം ഇത് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു. അർച്ചന വിചാരിക്കുന്നു, ഒന്നിനുമേൽ മറ്റൊന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
ആ താലി കയ്യിൽ വെച്ച് അവർ എന്തും ചെയ്യും. ഈ അപകടാവസ്ഥയിൽ നന്ദേട്ടൻ എഴുന്നേറ്റ് വന്നാലും അവര് നന്ദേട്ടന്റെ ജീവിതം ഒരു ദുരന്തമാക്കും. സച്ചി അർച്ചനയുടെ അരികിലേക്ക് വരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ധനുഷ് അഡ്വക്കേറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാമെന്നാ പറഞ്ഞത്. നമുക്കുടനെ അങ്ങോട്ട് പോകണമെന്ന് സച്ചി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനോട് പറഞ്ഞിട്ട് പോകാമെന്ന് അർച്ചന. അനൂപ് പോലീസ് സ്റ്റേഷനിലാണിപ്പോൾ. സച്ചിയും അർച്ചനയും അവിടെ എത്തി. അനൂപിനെ കാണാൻ നേരെ വന്നതായിരുന്നു അർച്ചനയും സച്ചിയും. കോൺസ്റ്റബിൾ അവരെ വഴക്ക് പറയുന്നുണ്ട്. എസ്ഐയും അവിടേക്ക് വരുന്നു. അനൂപേട്ടന്റെ സഹോദരനാണ്, ഇതിന്റെ ഭർത്താവാണ്. ഞങ്ങൾ അനൂപേട്ടനെ കാണാൻ വന്നതാണെന്ന് അർച്ചന പോലീസിനോട് പറഞ്ഞു. അനൂപേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ ഞാൻ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് സച്ചി പറയുമ്പോൾ ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം തരാൻ കഴിയില്ല, മറ്റു പ്രശ്നങ്ങളുണ്ട്. അരകെ ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞതാണെന്നും പോലീസ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അനൂപിനോട് സംസാരിക്കാം, അതിന് പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾ അറിയണം എന്ന് പോലീസ് പറയുന്നു. ഇയാളുടെ ജീവൻ അപകടത്തിലാണ്. ഇപ്പോൾ ഇയാൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം പോലീസ് സ്റ്റേഷനാണ്. മനസ്സിലായില്ലെന്ന് അർച്ചന പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഈ നഗരം ഭരിക്കുന്ന ചെങ്കൽമധു ഗുണ്ടയുടെ അനുജത്തിയാണ് മരിച്ചത്. അതിനേക്കാൾ പ്രശ്നം ആക്സിഡന്റിൽ മരിച്ച പെൺകുട്ടി ഗർഭിണിയായിരുന്നു. ഇയാൾ മനഃപൂർവ്വം ഇടിച്ചു കൊന്നതാണ് എന്നാണ് അയാൾ പറയുന്നത്. ഇയാളെ കെട്ടിയാൽ അവന്മാര് തീർത്ത് കളയും എന്ന് പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചനയും സച്ചിയും. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ആ ഗുണ്ടകൾ. അനൂപിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തൽക്കാലം ഇയാളുടെ ജീവന് ഭീഷണിയില്ല. എന്നാലും അവർ നിങ്ങളുടെ വീട് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ കോടതി റിമാൻഡ് ചെയ്യും. അതിനിടയിൽ ചെങ്കൽമധുവുമായിട്ടുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കും. ഈ കാര്യത്തിൽ പോലീസിന് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം ഇതൊരു സാധാരണ ആക്സിഡന്റ് ആണെന്ന് ഞങ്ങൾക്കും അറിയാവുന്നത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ അനൂപിനോട് സംസാരിച്ചിട്ട് തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുന്നു. അനൂപ് അവരോട് പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന്. അനൂപേട്ടൻ വിഷമിക്കേണ്ട, CI സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് സേഫ് എന്ന് സച്ചിയും പറയുന്നുണ്ട് അനൂപിനോട്. പോലീസ് പറയുന്നതിനനുസരിച്ച് ചെങ്കൽമധു എന്ന് പറയുന്ന ഗുണ്ട വളരെ സ്വാധീനമുള്ള ആളാണ് എന്ന് അർച്ചന പറയുമ്പോൾ അനൂപ് പറയുന്നു, സ്റ്റേഷനിലേക്ക് വരുന്ന വഴി പോലീസുകാർ അയാളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അയാളുടെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. ഗുണ്ടകളാണെങ്കിൽ അയാളെ വിളിച്ച് പറയുന്നുണ്ട്, ഇയാളെ കാണാൻ ആരോ വന്നത് ഒരു സ്ത്രീയാണ് എന്നൊക്കെ, മറ്റത് അവരുടെ ഭർത്താവാണെന്ന് തോന്നുന്നു എന്നൊക്കെ. ഇവരെ ഫോളോ ചെയ്തോളാൻ ഇപ്പോൾ മധു അവരോട് പറഞ്ഞിരിക്കുകയാണ്. സച്ചി അർച്ചന അനൂപിനോട് പറയുന്നു, ഏട്ടൻ വിഷമിക്കേണ്ട, എത്ര വലിയ ഗുണ്ടയാണെങ്കിലും കാര്യം പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുമല്ലോ. ഗർഭിണിയായ ഒരു സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്, അവരത് സഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് സച്ചി. അതെനിക്കറിയില്ല, ഇത് ഈ നഗരമല്ല, രാജ്യം ഭരിക്കുന്ന ആളായാലും ഞാൻ അയാളെ പോയി കാണും. എൻ്റെ ഏട്ടനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലെന്ന് അർച്ചന പറഞ്ഞു. എന്തും ചെയ്യാൻ കരുത്തായ ഒരു വലിയ സംഘം അയാളുടെ പിറകെയുണ്ട് എന്ന് അനൂപ് പറയുമ്പോൾ അർച്ചന പറയുന്നു, അതൊന്നും ഓർത്ത് ഏട്ടൻ പേടിക്കണ്ട. എന്ത് ചെയ്തിട്ടാണെങ്കിലും അനൂപേട്ടനെ ഞങ്ങൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇത് ഞങ്ങളുടെ കടമയാണ്. കോൺസ്റ്റബിൾ അവിടേക്ക് വന്നിട്ട് മതി കുറേ സമയമായെന്ന് പറയുന്നു. അങ്ങനെ അർച്ചനയും സച്ചിയും അവിടെ നിന്ന് പോകുന്നു. അമ്മയും അച്ഛൻ്റെയും കാര്യമാണ്. CI സാർ പറഞ്ഞത് കേട്ടില്ലേ, അവർ വീട് ആക്രമിക്കുമെന്ന് എന്ന് അനൂപ് അവരോട് പറയുമ്പോൾ അവരോടൊരു 2 മിനിറ്റ് ചോദിച്ചിരിക്കുകയാണ് സച്ചി. എന്നിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ അർച്ചനയോട് പറഞ്ഞു. അർച്ചന വീട്ടിലേക്ക് വിളിക്കുമ്പോൾ തന്നെ കമല കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. ഫോൺ കട്ടാവുകയും ചെയ്തു. നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് അർച്ചന പറയുന്നു. അവന്മാരെ നിന്റെ വീട്ടിൽ കയറി പണിഞ്ഞു കാണും, അതാണ് ഫോണിൽ കേട്ട ബഹളം എന്ന് കോൺസ്റ്റബിൾ അനൂപിനോട് പറയുന്നു. ഇത് കേട്ട് അനൂപും വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിയും അർച്ചനയും ടെൻഷനോടെയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്പീഡിലാണ് പോകുന്നത്. ഇവരെ ഫോളോ ചെയ്ത് ആ ഗുണ്ടകളും പോകുന്നുണ്ടായിരുന്നു. അവരൊരു സ്കൂട്ടറിലാണ് പോകുന്നത്. കുറച്ചു ദൂരം പോയപ്പോൾ അർച്ചനയും സച്ചിയും എങ്ങോട്ടാണ് പോയതെന്ന് അവർക്കറിയില്ലായിരുന്നു. അവർ പോയതിൻ്റെ ഓപ്പോസിറ്റ് വഴിയിലൂടെ അവർ പോകുന്നുണ്ട് ആ ഗുണ്ടകൾ. തുടർന്ന് അവന്തികയെ കാണിക്കുന്നു. അർച്ചനയ്ക്ക് ആദ്യത്തെ അടി കിട്ടിയത് നല്ല ബെസ്റ്റായിരുന്നു. രണ്ടാമത്തെ അടി കിട്ടുന്നത് അവളുടെ വീട്ടിൽ നിന്ന് തന്നെ ആകണം. അതിനെന്താണ് ഒരു വഴി എന്ന് അവന്തിക ആലോചിക്കുകയാണ്. എന്നിട്ട് മീരയെ അവന്തിക വിളിക്കുന്നു. സുഖമാണ് എന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മീര എന്ന് എനിക്കറിയാം എന്നൊക്കെ അവന്തിക വളരെ സങ്കടം ഭാവിച്ച് മീരയെ ഫോൺ ചെയ്തു. ഞാനിപ്പോൾ ഏതാണ്ട് അതേ അവസ്ഥയിലാണ്. നന്ദേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മീരയ്ക്ക് അറിയാലോ. നന്ദേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് മീര ചോദിക്കുന്നു. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. എല്ലാവരും തകർന്ന അവസ്ഥയാണ്. ഞാൻ പറയാൻ പോകുന്നത് മീര വിശ്വസിക്കുമെന്നറിയില്ല, പക്ഷേ സത്യം അതാണ്. ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യം, മീര ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യം. എൻ്റെ നന്ദേട്ടൻ ഇപ്പോൾ കിടക്കുന്ന അവസ്ഥയ്ക്കും അനൂപ് ജയിലിൽ പോയതിനും എല്ലാം കാരണം അർച്ചനയുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിൻ്റെ ജാതകദോഷമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവന്തിക. എന്നാൽ ഇത് മീര വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.